വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ദ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന ചാപ്റ്ററാണ്. ദ സ്റ്റോറി എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി ഇസ് അബൌട്ട് ആൻ അഡ്വഞ്ചറസ് ജേർണി ഓഫ് ആൻ 11-year-old ബോയ് മാണി ആൻഡ് ഹിസ് ഗ്രാനി ഹു നീഡ്സ് ന്യൂ സ്പെക്ടക്കിൾസ്. ഈ സ്റ്റോറി പറയുന്നത് 11 വയസ്സായിട്ടുള്ള മാണിയുടെയും അവൻ്റെ ഗ്രാൻഡ് മദറിൻ്റെയും ഒരു അഡ്വഞ്ചറസ് ജേർണിയാണ്. Granny's old spectacles were badly scratched and she could not see clearly. ഗ്രാനിൻ്റെ കണ്ണടയിൽ സ്ക്രാച്ചസ് വീണിട്ടുണ്ട്, അതുപോലെ നന്നായി പ്രോപ്പറായി കാണാനും പറ്റുന്നില്ല. സിൻസ് ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ട്രാവൽ എലോൺ, മാണി ഡിസൈഡ് ടു ടേക്ക് ഹർ ടു മുസോറി വേർ ദർ വാസ് ആൻ ഐ ഹോസ്പിറ്റൽ. ആദ്യമൊന്നും ഗ്രാനി പോകാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല. പിന്നെ മാണിയും കൂടെ വരാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവരങ്ങനെ പോകുന്നത്. മുസോറിയിലാണ് ഐ ഹോസ്പിറ്റൽ ഉള്ളത്. അവർക്ക് അവിടെ വരെ ട്രാവൽ ചെയ്യണം. Granny loved and trusted Mani. She agreed to go on this long journey with him. ഗ്രാനിക്ക് മാണിയെ വിട്ട് നിൽക്കുന്ന കാര്യം ആലോചിക്കാനേ പറ്റില്ല. മാണിയാണ് കൂടെ വരുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവരങ്ങനെ യാത്രക്ക് തയ്യാറാവുന്നു. Their journey began with a 12-mile walk to Nain because there was no other mode of transport from their village. അവർക്ക് 12 മൈൽ യാത്ര ചെയ്ത് നൈൻ എന്ന സ്ഥലത്തെത്തണം. അവിടുന്ന് മാത്രമേ വാഹനങ്ങൾ ഉണ്ടാവുള്ളൂ. അവരുടെ വില്ലേജിൽ വാഹനമൊന്നും ഉണ്ടാവില്ല. നെയിനിൽ പിന്നെ മുസോറിയിലേക്കാണ് യാത്ര പോകേണ്ടത്. മാണീസ് അങ്കിൾ ലിവ് ഇൻ നെയിൻ ആൻഡ് ദേ സ്റ്റേഡ് അറ്റ് ഹിസ് ഹൗസ് ഫോർ ദ നൈറ്റ്. ഗ്രാനി വാസ് ചിയർഫുൾ ഡ്യൂറിങ് ദ വാക്ക്, പ്രൂവിങ് ഷി വാസ് സ്ട്രോങ് ആൻഡ് ഫുൾ ഓഫ് എനർജി ഈവൻ ദോ ഷി വാസ് ഓൾഡ്. അവർ 12 മൈൽ നടന്ന നൈനിലെത്തി. നൈനിൽ മാണീൻ്റെ അങ്കിളുണ്ട്, അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് ആ രാത്രി. ഈ യാത്രയിൽ ഉടനീളം ഗ്രാനി ഭയങ്കര ചെയർഫുൾ ആയിരുന്നു. അവർ നല്ല എനർജറ്റിക് ആയിരുന്നു. ഇത് കാണിക്കുന്നത് ഗ്രാനി നല്ല സ്ട്രോങ്ങും ആണ്, ഫുൾ ഓഫ് എനർജിയും ആണെന്നുള്ള കാര്യമാണ് ഇത്ര വയസ്സായിട്ടും. ദ നെക്സ്റ്റ് മോർണിംഗ് ദേ ബോർഡ് എ ബസ് ടു മുസോറി. ദ ബസ് റൈഡ് വാസ് നോട്ട് കംഫർട്ടബിൾ ബിക്കോസ് ദ റോഡ് വാസ് നാരോ ആൻഡ് ബമ്പി. പിറ്റേന്ന് രാവിലെ തന്നെ അവർ മുസോറിയിലേക്കുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട്. ആ റൈഡ് അത്ര സുഖമൊന്നുമല്ലായിരുന്നു. റോഡ് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. റോഡിൽ നിറച്ചും കുഴിയും കുണ്ടുകളൊക്കെ ആയിരുന്നു. സഡൻലി എ ലാൻഡ് സ്ലൈഡ് ബ്ലോക്ക് ദ റോഡ് ആൻഡ് ലാർജ് റോക്സ് ആൻഡ് മഡ് റോൾ ഓൺ ടു ദ റോഡ്. പെട്ടെന്ന് മണ്ണിടിച്ചിലുണ്ടാവുകയും റോഡ് ബ്ലോക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. റോഡിലേക്ക് മണ്ണും അതുപോലെ വലിയ റോക്സൊക്കെ വന്ന് വീഴുന്നുണ്ട്. മോസ്റ്റ് പാസഞ്ചർ ഡിസൈഡ് ടു ഗോ ബാക്ക്. ഹവർ ഗ്രാനി വാസ് ഡിറ്റർമൈൻഡ് ടു കണ്ടിന്യൂ ദ ജേർണി. ആ ബസ്സിലുണ്ടായിരുന്ന ബാക്കിയുള്ള യാത്രക്കാരൊക്കെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാമെന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്രാനി പറയുന്നു, വേണ്ട, നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതാണ്, അതുകൊണ്ട് ജേർണി കണ്ടിന്യൂ ചെയ്യാമെന്ന് തന്നെ ഗ്രാനി പറയുന്നു. She decided to walk the remaining 10 miles to Mussoorie and Mani supported her. ഇനി ഒരു 10 മൈൽസും കൂടി നടന്നാൽ അവർക്ക് മുസോറിയിലേക്ക് എത്താൻ പറ്റും. ഓൾറെഡി ഇവരൊരു 10 മൈൽ നടന്നിട്ടാണ് നെയിനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഡിസൈഡ് ചെയ്യുന്നുണ്ട് 10 മൈൽ നടക്കാനുള്ള കാര്യം. ദ പാത്ത് ദേ ലുക്ക് വാസ് റഫ് ആൻഡ് ചാലഞ്ചിങ്. ദേ ക്ലൈംബ് സ്റ്റീപ്പ് മൗണ്ടെയിൻ ട്രെയിൽ, ക്രോസ്ഡ് സ്ട്രീംസ്, വാക്ക് ത്രൂ ഡിയോഡാർ ഫോറസ്റ്റ് ആൻഡ് പാസ്റ്റ് ഓപ്പൺ ഹിൽ സൈഡ്. അങ്ങനെ അവരുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുന്നു. യാത്ര അത്ര സുഖമൊന്നുമല്ല, റഫ് ആൻഡ് ചാലഞ്ചിങ് ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് മലകൾ കയറേണ്ടി വന്നിട്ടുണ്ട്. ഗ്രാനി ക്യാരിഡ് ആൻ അംബ്രല വിച്ച് ലീക്ക് ഡ്യൂറിങ് ദ റെയിൻ ബട്ട് ഷി നെവർ കംപ്ലൈൻ. ഗ്രാനിൻ്റെ കയ്യിൽ ഒരു അംബ്രല ഉണ്ടായിരുന്നു. അത് മഴ പെയ്യുന്ന സമയത്ത് ലീക്കാവും. അതിനെ പറ്റിയിട്ടൊന്നും അവർ തീരെ കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ദേ എയ്റ്റ് ദ ഫുഡ് ആൻഡ് സ്നാക്സ് ഗിവൺ ബൈ മാനീസ് അങ്കിൾ ഡ്യൂറിങ് ദ വാക്ക്. ഈ യാത്രയിൽ ഭക്ഷണത്തിനായിട്ട് മാണീൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അവരത് കഴിക്കുന്നുണ്ട്. By evening, they finally reached Mussoorie and the light of the town welcomed them. അങ്ങനെ ഈവനിങ് സമയമായപ്പോഴത്തേന് അവർ അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്, മുസോറിയിലെത്തി. ദ സ്ട്രീറ്റ് വർ ബിസി വിത്ത് പീപ്പിൾ ആൻഡ് ഷോപ്സ്. സിൻസ് ഹോട്ടൽ വർ എക്സ്പെൻസീവ്, ദേ സ്റ്റേഡ് ഇൻ ധർമ്മശാല വിച്ച് പ്രൊവൈഡ് എ സിമ്പിൾ ബട്ട് സേഫ് പ്ലേസ് ടു സ്ലീപ്പ്. സ്ട്രീറ്റിലൊക്കെ ഒരുപാട് ആളുകളും കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് അന്ന് തങ്ങാൻ വേണ്ടി ഹോട്ടൽ അന്വേഷിച്ച സമയത്ത് അത് നല്ല എക്സ്പെൻസീവാണ്. അതുകൊണ്ട് അവർ ധർമ്മശാലയിൽ കഴിയുന്നു. ആഫ്റ്റർ എ ലോങ് ആൻഡ് ഡിഫിക്കൽട്ട് ജേർണി മാണി ആൻഡ് ഗ്രാനി ഫൈനലി റീച്ച് ദ ഹോസ്പിറ്റൽ. അവരങ്ങനെ ഒരുപാട് ദുരന്തങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള യാത്രയ്ക്ക് ശേഷം ഐ ഹോസ്പിറ്റലിൽ എത്തുന്നു. ദ ഡോക്ടർ ചെക്ക് ഗ്രാനീസ് ഐസ്. ദ ഡോക്ടർ സെഡ് ഇറ്റ് വാസ് നത്തിങ് സീരിയസ്. ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ഹർ ഓൾഡ് ഗ്ലാസസ് വർ വീക്ക് ആൻഡ് ദാറ്റ് ഷി ഓൺലി നീഡഡ് എ ന്യൂ പെയർ. അങ്ങനെ ഡോക്ടർ അവരെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് വളരെ പഴയതാണെന്നും അതിനി ഉപയോഗിക്കേണ്ട എന്നുള്ള കാര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു പുതിയ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് എഴുതി കൊടുക്കുന്നു. With new glasses, she would be able to see everything clearly again. Mani and Granny returned home by bus. The journey was tiring but full of memories. അങ്ങനെ പുതിയ ഗ്ലാസ്സിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് കാണാമെന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നുണ്ട്. ശേഷം ഇരുവരും തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങുന്നു. മുസോറിയിലേക്കുള്ള ആ യാത്ര കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിലും ഫുൾ ഓഫ് മെമ്മറീസ് ആണ്.
ഇത്രയാണ് ഈ സ്റ്റോറിൻ്റെ എക്സ്പ്ലനേഷനിൽ പറയാനുള്ളത്. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.